ഹായ് ഓൾ, കിത്താൻ കിംലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ? ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കഥയാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ എന്ത് കഥയിരിക്കുന്നു? അതെ, ഒരു കഥയുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഒരിക്കൽ ഒരു സൈക്കോളജിസ്റ്റ് ഒരുപാട് ഓഡിയൻസ് ഉള്ള ഒരു പരിപാടിയിൽ വെച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. ആ സമയത്ത് ആ സൈക്കോളജിസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെയുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന് എത്രത്തോളം ഭാരമുണ്ടായിരിക്കും? ഇത് കേട്ടതും ഓഡിയൻസ് പലരും പല ആൻസേഴ്സ് പറയാൻ തുടങ്ങി. ആ ആൻസേഴ്സ് ഒക്കെ കേട്ടപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, എനിക്ക് ഈ ഗ്ലാസിൻ്റെയോ അതിനുള്ളിലെ വെള്ളത്തിൻ്റെയോ ഭാരമല്ല അനുഭവപ്പെടുന്നത്. പകരം ഈ ഗ്ലാസും വെള്ളവും ഞാൻ എത്ര നേരം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ ഭാരം എനിക്ക് അനുഭവപ്പെടുന്നത്. ഇത് കേട്ടപ്പോൾ ഓഡിയൻസ് ഒക്കെ ഒന്ന് ആലോചന തുടങ്ങി കേട്ടോ. അതായത് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനെ 1 മിനിറ്റ് നേരം എൻ്റെ കയ്യിൽ വച്ചു എന്ന് വെച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഭാരമൊന്നും എനിക്ക് അനുഭവപ്പെടാനും പോണില്ല. അതേസമയം ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ മണിക്കൂർ നേരത്തേക്ക് എൻ്റെ കയ്യിൽ വച്ചാൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വേദനയൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഇനി ഞാൻ ഒരു ദിവസം മുഴുവൻ വയ്ക്കുകയാണെങ്കിലോ അതെനിക്ക് വല്ലാത്ത അസ്വസ്ഥതയും കൈ ഒടിഞ്ഞു പോകുന്നത് പോലെയും എനിക്ക് തോന്നും, അല്ലേ? പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഗ്ലാസിൻ്റെയോ അതിനുള്ളിലെ വെള്ളത്തിലെയോ ഭാരത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും, സ്ട്രെസ്, ടെൻഷൻസ് എല്ലാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അത് എത്ര നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓർത്തുകൊണ്ടിരിക്കുന്നുവോ അതനുസരിച്ച് അതിൻ്റെ ഭാരവും കൂടും. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ടെൻഷൻസും സ്ട്രെസ്സും ഇതെല്ലാം നമ്മളൊരു ദിവസം ആ സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താലോ, ഒന്ന് ടെൻഷൻ ജസ്റ്റ് ഒന്ന് വിഷമിച്ചാലോ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഉണ്ടാകുന്ന വിഷമം, ആ ദിവസത്തേക്ക് നമുക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായാലും അതേ ഇഷ്യൂ വീണ്ടും ദിവസങ്ങൾ തോറും ഇങ്ങനെ ആലോചിച്ചാൽ നമ്മളിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കിയെടുക്കും. ഇനി അതേ കാര്യത്തെക്കുറിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ ചിന്തിച്ച് വെറീഡ് ആകാനായിട്ട് നമ്മൾ നിന്നാൽ നമ്മളിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെ നമുക്കുണ്ടായേക്കാം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി, അതൊരിക്കലും മറക്കാൻ പറ്റുന്ന പ്രശ്നമല്ലെങ്കിൽ പോലും അതിങ്ങനെ നമ്മൾ ലൈഫ് ലോങ് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിരുന്നാൽ നമുക്ക് തന്നെയാണ് പ്രശ്നമുണ്ടാവുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെല്ലാം നമ്മുടെ ആ കൈ വേദനിക്കുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലെ വെള്ളത്തിന് നമ്മൾ താഴെ വയ്ക്കില്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സ്ട്രെസ്സും ടെൻഷൻസും പ്രോബ്ലംസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പരിധിക്കപ്പുറം നമ്മളത് കൊണ്ട് നടക്കരുത്. അതിനെടുത്ത് കളയേണ്ട നേരമാകുമ്പോൾ നമ്മൾ കളയുക തന്നെ വേണം എന്നാണ് ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ കഥ പറയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ ആദ്യം പറഞ്ഞത്? എല്ലാം അത്ര ഈസി ആയിട്ട് കളയാനൊന്നും പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ, നമുക്ക് ജീവിക്കണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ നമുക്കത് ചെയ്തേ മതിയാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബായ്.